ചിന്മയൻ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് ചക്കാമ്പുഴ താമസിക്കുന്നു. വിമലമ്മ ടീച്ചറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വിമലമ്മ ടീച്ചർ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് വന്നതാണ്. ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ഇതെൻ്റെ മോള് ലക്ഷ്മി, അമ്മ രുക്മിണി അമ്മ. എൻ്റെ വൈഫ് 2 വർഷം മുമ്പ് ഡൈവേഴ്സായി പോയി. ആ സമയത്ത് തന്നെയാണ് എൻ്റെ അച്ഛനും മരിച്ചത്. അത് ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ നേരത്തെ തന്നെ പല ആചാര്യന്മാരിൽ നിന്നൊക്കെ ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഗ്നിഹോത്രം വീട്ടിൽ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ടീച്ചറിനെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇവിടെ യൂട്യൂബ് കണ്ടിരുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ നാരങ്ങേൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പം ഗ്ലാസ്സിൽ വെള്ളത്തിട്ട നാരങ്ങ താന്ന് എടുക്കണം, നെഗറ്റീവ് എനർജിയില്ലേ അത് ഉയർന്ന് കിടക്കുന്നത് കണ്ടു. അപ്പം ഞാനിവിടെ വെച്ച് നോക്കിയപ്പം അന്ന് അച്ഛനുള്ള സമയത്താണ് ആ നാരങ്ങ താന്ന് കിടന്നിരുന്നു. അപ്പോൾ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്ന് മാറ്റി വെച്ച് നോക്കാൻ. അപ്പോൾ പൂജാമുറി മാറ്റി വെച്ചു. അപ്പോൾ നാരങ്ങ അപ്പം തന്നെ ഉയർന്നു വന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ കാര്യം ഇതിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ടീച്ചറിനെ, അങ്ങനെയാണ് എനിക്ക് ടീച്ചറുമായിട്ട് ബന്ധം വന്നത്. അങ്ങനെ അതിനുശേഷം ടീച്ചർ പറഞ്ഞു തന്ന പൂജകളെല്ലാം ഞാൻ കൃത്യമായിട്ട് ആ സമയം പോലെ അച്ഛനുള്ള സമയത്ത് തന്നെ ചെയ്തു പോന്നിരുന്നു. അങ്ങനെയാണ് സത്യത്തിൽ എനിക്ക് പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ സാധിച്ചത്. എന്തൊക്കെ പൂജകളാണ് സാധാരണ ചെയ്യാറുള്ളത്? അന്ന് അഗ്നിഹോത്രം ചെയ്ത സമയത്തെ പൂജകളുടെ കുറച്ച് തന്നെയാണ് ഇപ്പോഴും ചെയ്തു വരുന്നത്. പ്രത്യങ്കിര ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യങ്കിര എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രത്യങ്കിര മന്ത്രം അറിയാം. ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറയാം. അതെ, അത് ആദ്യം ഋഷി ഛന്ദസ്, ബ്രഹ്മ ഋഷി അനുഷ്ഠ ഛന്ദ പ്രത്യങ്കിര ദേവത. ഓം സിംഹീം സിംഹഭൂയും സഖീം ഭഗവതീം ശ്രീ ഭൈരവസ്യോല്ലസ ശൂല ശൂല കപാല ഭാഷഡമരു ലഗ്രാഗ്രഹസ്താംബുജാം ദംഷ്ട്രകോടി വിശങ്കടാസകുര മാരക്ത നേത്രത്രയം മാലിന്യ മൗലികാം ഭഗവതി പ്രത്യങ്കിര ഭാവേ. ഇത് ധ്യാനമന്ത്രം. അത് കഴിഞ്ഞ് എന്റെ ബാക്കി. അങ്ങനെ ഈ എന്തുകൊണ്ടാണ് ഹോമം ചെയ്യാറ്? സാധാരണ അന്ന് എള്ളിലായിരുന്നു ഹോമം ചെയ്തിരുന്നത്. എള്ളുകൊണ്ട് ഹോമം ചെയ്തിരുന്നു. അത് ആചാര്യന്റെ നിർദ്ദേശപ്രകാരം. പിന്നെ എന്തൊക്കെ കൊണ്ടാണ്? മുളക് കൊണ്ട് എപ്പോഴെങ്കിലും? ഞാൻ കേട്ടിരിക്കുന്നത് മുളക് കൊണ്ട്. അത് ടീച്ചർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മുളക് കൊണ്ട്. ഉണക്കമുളക് അമാവാസി നാളില് പ്രത്യങ്കിര മന്ത്രം ചെയ്ത് ഹോമിച്ചാൽ എന്തൊക്കെ ശത്രുദോഷങ്ങൾ മാറി കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. അനുഭവം വന്നിട്ടുണ്ടോ? എനിക്ക് വളരെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ശത്രുദോഷങ്ങൾ മാറാൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സന്ദേശമായിട്ട് കൊടുക്കാമല്ലേ? ശത്രുദോഷം കൊണ്ട് വലയുന്നവർ പ്രത്യങ്കിര മന്ത്രം, പ്രത്യങ്കിരാദേവി എന്ന് പറഞ്ഞാൽ അറിയാം, കരാളഹസ്തയായ ശിവഭഗവാൻ കാളിയെ അറിയിച്ചതാണ്. കാരണം നമുക്ക് കേട്ടിട്ടുണ്ട് നരസിംഹത്തിന്റെ തീവ്രത കുറയ്ക്കാനാണ് പ്രത്യങ്കിരാദേവിയെ ഇറക്കിയതെന്നും വർഷങ്ങളൊക്കെ ഉള്ള അമ്മയാണെന്നും ആ അമ്മയ്ക്ക് അമാവാസി നാളിൽ കൊല്ലമുളക് ഹോമിച്ചാൽ ദോഷങ്ങൾ മാറിക്കിട്ടും, സർവശത്രുദോഷങ്ങൾ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അതാണ് നമ്മൾ ചെയ്തത്. അതായത് ജീവിതത്തിൽ നമുക്ക് ഇതൊന്നും ബാക്കിയില്ല, മുന്നോട്ട് ജീവിതം ഇല്ലെന്നൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ, കാരണം നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെലവില്ല, അധികം ചെലവില്ല. ഒരു ഹോമച്ചട്ടി അപ്പൊ ഹോമച്ചട്ടി വീട്ടിൽ സ്ഥിരമുണ്ട്. ഗണപതി ഹോമം ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഗണപതി ഹോമം ചെയ്യും. പിന്നെ പ്രത്യങ്കിര ഹോമം ചെയ്യും. പിന്നെന്തൊക്കെ ഹോമങ്ങളാണ്? ഭാഗ്യസ്വപ്നം ചെയ്യാറുണ്ട്. അഗ്നിഹോത്രം നേരത്തെ ചെയ്തിരുന്നു. മോളെന്തെങ്കിലും പൂജകൾ ചെയ്തിട്ടുണ്ടോ? പങ്കെടുക്കാറുണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടം തോന്നിയ? മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചു വന്നിരിക്കുന്നുവല്ലോ. ഭഗവാൻ കൃഷ്ണനെയാണോ ഏറ്റവും ഇഷ്ടം? അപ്പം ഭഗവാന്റെ ഏത് മന്ത്രം വെച്ചാണ് പൂജ ചെയ്തിരിക്കുന്നത്? ഭഗവാന്റെ വിഷ്ണു ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ കയ്യിലുള്ള ചക്രം ഏതാ? മഹാസുദർശന പൂജ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്യുമ്പോൾ മാമയും മോളെയൊക്കെ കൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛനും കൂട്ടി. ഇപ്പൊ വിവാഹം കഴിച്ചപ്പോൾ ഭാര്യയും കൂട്ടി വരുന്നു. നിങ്ങൾ എല്ലാവരും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമാണോ? ഈ മഹാസുദർശനം ചെയ്യുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? ഒരു കുടുംബത്തിലൊരു സന്തോഷവും സമാധാനം എല്ലാം വന്നു ചേരുന്നത്. അങ്ങനെ ഈ മന്ത്രങ്ങളും പൂജകളുമാണ് എന്നെ ഇതിനൊക്കെ സഹായിച്ചതാണ് വിശ്വാസം. തീർച്ചയായിട്ടും സാധാരണക്കാരൻ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പൊ വിദേശത്തൊക്കെ ജോലി
ജോലി ചെയ്യുന്നവർക്ക് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെറിയ തോതിൽ പൂജകൾ ചെയ്യാം. അത് ഹോമം ചെയ്യാം, അർച്ചനകൾ ചെയ്യാം. നിങ്ങൾ അർച്ചനകളാണ് ചെയ്യുക, മഹാസുദർശന മന്ത്രം ചൊല്ലി അർച്ചനകൾ. അത് സാധാരണ ഞാൻ കേട്ടിരിക്കുന്നത് വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ മൂലമന്ത്രത്തിൻ്റെ ആ ആദ്യ അക്ഷരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടും നമുക്ക് പൂജകൾ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണോ ചെയ്യുന്നത്, അതോ മന്ത്രം മുഴുവൻ പറഞ്ഞാണോ? മന്ത്രം തെറ്റുന്നത് ശരിയല്ല. ഞാൻ ആചാര്യൻ അന്ന് പറഞ്ഞതും ഇത് ഒരുപാടുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് സ്ഥിരം കൈകാര്യം ചെയ്ത് വഴിയില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ഇത് മാത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചൊല്ലും? ഓം നമോ മഹാസുദർശനായ നമ എന്ന് പറഞ്ഞ് പൂക്കൾ അർച്ചന ചെയ്യും. ഓം നമോ മഹാസുദർശനായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുകടലാടി ഹോമിക്കുകയും ചെയ്യും. അപ്പം വ്യാഴാഴ്ചകളിൽ ചെറുകടലാടി ഹോമിക്കും. അല്ലെ, 108 ചെറുകടലാടി നെയ്യിൽ മുക്കി ഈ ഗണപതി ഹോമം ചെയ്യുന്ന പോലെ മഹാസുദർശനം പറഞ്ഞ് ചെല്ലും. അല്ലെങ്കിൽ അർച്ചനയാണെങ്കിൽ സ്വാഹയ്ക്ക് പകരം നമ പറഞ്ഞിട്ട് ചെയ്യും. അങ്ങനെയാണ് പതിവ്. മോളും അങ്ങനെ തന്നെയല്ലേ? അച്ഛന്റെ കൂടെ. അമ്മയോ? അപ്പൊ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഈ മഹാസുദർശനം ചെല്ലുമ്പോൾ ആ സുദർശനമൂർത്തിയെ മനസ്സിൽ ധ്യാനിക്കാറില്ലേ? ശംഖചക്ര ഗതായ മഹാസുദർശനമൂർത്തി. ശരിക്കും ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രം സുദർശനം എന്നാണല്ലോ പറയുക. കാരണം കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു കവചം നമ്മൾക്ക് വന്നു ചേരുന്നത് പോലെയാണ് സുദർശന ചക്രവും സുദർശന പൂജയും എല്ലാ ശത്രുദോഷങ്ങളും. മന്ത്രത്തിന്റെ ആ പേര് മഹാസുദർശനം എന്ന വാക്ക്, ആ സുദർശനം എന്ന ശബ്ദം തന്നെ ദർശനം പോലെ തന്നെ ഹൃദ്യമാണെന്നാണ് പറയുന്നത്. ശ്രവിക്കുമ്പോൾ പോലും എല്ലാ ബാധാദോഷങ്ങളും മാറി കിട്ടുമെന്നാണ് പറയുന്നത്. സാധാരണക്കാർക്ക് ഈ മന്ത്രം ചൊല്ലിയാൽ ഫലം കിട്ടുമെന്ന് ചിന്മേന അനുഭവം ഉണ്ടോ? അപ്പൊ നമുക്ക് ചുരുങ്ങിയ തോതിൽ ഈ പൂജകളും അർച്ചനകളും ഒക്കെ ചെയ്യാൻ പറ്റാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് മഹാസുദർശന മന്ത്രം അർച്ചന ചെയ്യാം വ്യാഴാഴ്ചകളിൽ, അല്ലെ? അതല്ലേ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. പിന്നെ എന്തൊക്കെ ചെയ്യാറുണ്ട്? പ്രത്യങ്കര പറഞ്ഞു, മഹാസുദർശനം പറഞ്ഞു, ഗണപതി പറഞ്ഞു, ഭാഗ്യസൂത്തൊക്കെ, അങ്ങനെയൊക്കെ ആയസൂത്തൊക്കെ, ഇങ്ങനെ ഒരുപാട് ആചാര്യനിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഞാൻ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു, ഞാനല്ലല്ലോ, എത്രയോ വാരാഹി ദേവിയുടെ മന്ത്രങ്ങൾ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ടില്ല, വാരാഹി ചൊല്ലിയിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഒരു ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഈ ചൊവ്വാഴ്ച ദിവസം വാരാഹി എന്ന ദേവിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. വാരാഹി ദേവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദശാവതാരമില്ല. ആ ദശാവതാര സമയത്ത് മത്സ്യ കൂർമ്മ വരാഹ അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമി കടലിൽ താഴ്ന്നു പോയപ്പോൾ അതിനെ പൊക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു അവതരിച്ചതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പഞ്ചമി ദേവി എന്ന് പറയുന്ന സപ്തമാതൃക്കളിൽ ഒരാളായ അമ്മ, ആ അമ്മയാണ് വാരാഹി ദേവി. അമ്മ ഭഗവാനെ അതിന് സഹായിച്ചു എന്നാണ് പറയുന്നത്. വരാഹത്തിനെ സഹായിച്ചതും അമ്മ രാത്രി കാലങ്ങളിൽ ഏതൊരാളുടെയും വിഷമങ്ങളും കഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ കേട്ട് നമ്മൾ അമ്മയെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, അമ്മ അനുഗ്രഹം തരുന്ന. ഈ കലികാലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന, എല്ലാവർക്കും അനുഗ്രഹം തരുന്ന ആ അമ്മയെ കൂടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ചൊവ്വാഴ്ച ദിവസം ഇത്രയേ ഉള്ളൂ. അമ്മയുടെ ധ്യാനമന്ത്രം വളരെ കുറച്ചാണ്. ഓം കുണ്ഡലീപുരവാസിനി ചണ്ഡമുണ്ഡ വിനാശിനി പണ്ഡിതസ്യ മനോന്മനി ഓം വാരാഹി നമോസ്തുതേ വാരാഹി നമോസ്തുതേ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വാരാഹി നമോസ്തുതേ. അപ്പൊ വാരാഹി ദേവിയെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം. ഈ വരികൾ വളരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്താൽ മതി. ഓം ഹേ വാരാഹി ദേവി എന്ന് വിളിക്കാം. സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷം നിങ്ങൾ അത്താഴപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തി നമ്മൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പായി ഒരു ദീപം തെളിച്ച് വെച്ച് അമ്മയെ, നെയ്വിളക്കായാൽ വളരെ സന്തോഷം. വീട്ടിൽ കത്തിക്കുന്ന സാധാരണ വിളക്കിന് പുറമെ നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു മാതള നാരങ്ങയോ മധുരക്കിഴങ്ങ് ഒഴിഞ്ഞതൊക്കെ വെച്ച് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, അഷ്ടമി ദിവസം, കർത്തവാവ് ദിവസം പഞ്ചമി ദേവി എന്നാ പറയുക. ഈ സപ്തമാതൃക്കളിൽ 5ാമത്തെ ദേവി ആയതുകൊണ്ട് പഞ്ചമി ദേവി എന്ന് പറയും. അപ്പൊ ആ ദേവിയെ നമ്മൾ മനസ്സിൽ ഇഷ്ടമുള്ള പേര് വിളിക്കാം. വാരാഹി ദേവി എന്ന് വിളിക്കാം. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ ഓം ശ്രീ മാത്രേ നമ എന്ന് വിളിക്കാം. അല്ല, ഇനി നമുക്ക് അമ്മ നമ്മുടെ സേനാ നായികയാണ്. അപ്പൊ നമ്മൾ ദണ്ഡനാഥ എന്ന് വിളിക്കാം.
വജ്രകോശം എന്ന് വിളിക്കാം. ഇഷ്ടമുള്ള പേര് വിളിച്ച് ഈ ചൊവ്വാഴ്ച മുതൽ ഒരു 98 പ്രാവശ്യമോ ഒരു 16 പ്രാവശ്യമോ വാരാഹി ദേവിയെ കൂടെ വിളിക്കൂ. അപ്പത്തിന് നെയ്യേറിയ സ്വാദ് കൂടുകയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും മന്ത്രങ്ങളും ഇത്രയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്ന അതുവഴി അനുഗ്രഹം സിദ്ധിച്ച തങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. എനിക്കൊന്ന് തങ്ങളുടെ ഭാര്യയെ കൂടെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. മോളൊന്ന് അമ്മയെ വിളിക്കൂ. അപ്പം ചിന്മയൻ സന്തോഷം എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു നല്ല ജീവിതം കിട്ടിയെന്ന് അറിഞ്ഞതിൽ എനിക്കുമുണ്ട് സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അന്ന് വളരെ വിഷമിച്ചാണ് എന്നെ മോനെ അന്നിങ്ങനെ ഒരുപാട് കഷ്ടം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ഇനി ഒരു വിവാഹ ജീവിതം ഉണ്ടാകുമോ ടീച്ചറമ്മേ, എൻ്റെ മോന് നല്ല ജീവിതം ഉണ്ടായി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ അച്ഛനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മയാണ് വന്നത്. അപ്പോൾ തീർച്ചയായും ചെമ്മീനൊരു നല്ല വിവാഹ ജീവിതം ഉണ്ടാകും എന്ന് പറയുകയും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതൊക്കെ അപ്പാടെ പാലിച്ചത് കൊണ്ടാവാം, അല്ലെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണല്ലോ. നമ്മളൊരാൾ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മാത്രം ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്നില്ല. ആ പറഞ്ഞത് പാലിക്കുകയും പിന്നെ സമയം അനുകൂലമായ ഒരു സാഹചര്യം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുട്ടിയും ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്തായാലും ഇപ്പം ഗണപതി ഹോമം ഒക്കെ ആണെങ്കിൽ ചെയ്യുന്ന ആളാണെന്ന് കേട്ടു. അപ്പം എന്തായാലും ഇവിടെ എത്തി. സിനിമേൻ്റെ ഭാര്യ, എന്താണ് പേര്? എൻ്റെ പേര് സിനി. എന്ത് ചെയ്യുന്നു? ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സന്തോഷം. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 9 മാസം കൊണ്ടുള്ള പരിചയമാണ് ഞങ്ങൾ കണ്ടെത്തിയത്. എൻ്റെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പാടും വിഷമതകളും അനുഭവിച്ച സമയത്താണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും. ആ സെയിം പ്രശ്നങ്ങളിലൂടെയാണ് ചേട്ടനും കടന്നു പോയത്. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യം ഞങ്ങളെല്ലാം തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒത്തൊരുമയായിട്ട് ജീവിച്ചു പോകാമെന്ന് തോന്നി. ഇടയ്ക്ക് ആരും ഇല്ല, അതുപോലെ കല്യാണത്തിനും ആരും ഉണ്ടായില്ല. വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരുപാട് ചെലവില്ലാതെ നമ്മൾ രണ്ടു കൂട്ടരുടെ അച്ഛനമ്മ സഹോദരങ്ങൾ മാത്രം ഒതുങ്ങി ഒരു കുടുംബപരമായ ഒരു വിവാഹം മാത്രമാണ് ചുരുക്കി ഒതുക്കി. ഇതൊക്കെ ഭക്തിയുടെ നിറവിൽ സംഭവിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഫലമുണ്ട് എന്ന് എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് പറയണം. ഇങ്ങനെ സിമി പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്ന ആളാണ്. സഹസ്രനാമം എന്നും ക്ഷേത്രത്തിൽ സഹസ്രനാമം ചൊല്ലുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സിമി തന്നെ എന്നെ ഒരിക്കൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അമ്മ ഇങ്ങനെ ഞാൻ ഒരുപാട് സഹസ്രനാമം ചെല്ലുന്ന ആളാണ്, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയാണ് അമ്മയുടെ യൂട്യൂബ് ചാനൽ കാണാൻ ഇടയായതും അമ്മയുടെ നമ്പർ കണ്ട് ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തതും. അപ്പൊ അമ്മ പറയുകയും ചെയ്തു തീർച്ചയായിട്ടും ഇതിനൊരു നന്മ മോക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് അശ്വാരൂഢ പൂജ ചെയ്യാൻ പറഞ്ഞു. അത് അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ അത് പാലിച്ചു വരുവാണ്. അപ്പൊ നമുക്ക് പൊതുജനത്തിന് കൊടുക്കാം. അതായത് വിവാഹം ബന്ധം വേർപെട്ട് 20 വർഷങ്ങൾക്ക് ശേഷം അല്ലെ, എങ്ങനെ അവിചാരിതമായി കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മൾ തമ്മിൽ കണ്ടത്. അപ്പൊ കണ്ടില്ല, എന്നെ ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് സാധാരണക്കാരുടെ അറിവിലേക്കാണ്. 20 വിവാഹ ബന്ധം വേർപെട്ടിട്ട് 20 വർഷം കഴിഞ്ഞിട്ടും ഒരു ഭർത്താവിനെ കിട്ടായികയല്ല, കേസ് തീർന്ന വിവാഹം, നല്ലൊരു വിവാഹം നടക്കണമെങ്കിൽ ആദിവാസത്തിന്റെ നൂലാമാലകൾ ഒഴിയണമല്ലോ. എന്നിട്ട് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കിട്ടുവാൻ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, വിവാഹബന്ധം വേർപെട്ട് നിൽക്കുന്നവർ, നല്ല വിവാഹം ആഗ്രഹിക്കുന്നവർക്കൊക്കെ എളുപ്പം ചെയ്യാവുന്ന ഒരു പൂജയാണ് അശ്വാരൂഢ പൂജ. അശ്വാരൂഢ ഹോമം എന്നാണ് നമ്മൾ പറയുക. അശ്വാരൂഢ ഹോമം എന്ന് പറയുമ്പോൾ തന്നെ 1008 ചെത്തിപ്പൂ മധുരത്രയത്തിൽ മുക്കിയിട്ട് ഹോമിക്കണം. ശർക്കരയും തേനും പഞ്ചസാരയും കൂടി ചേർത്തയിൽ ഇങ്ങനെ ഓരോ പൂവ്. മന്ത്രം ഓർമ്മയുണ്ടോ? അശ്വാരൂഢ മന്ത്രം എന്ന് പറഞ്ഞാൽ അശ്വാരൂഢം ജപിക്കുക വിശ്വത്തെ ജയിച്ചിടെന്നാണ്. നമുക്ക് അശ്വാരൂഢ മന്ത്രം എന്ത് ഉദ്ദേശത്തോടുകൂടി ചെയ്താലും നമുക്ക് വേണമെങ്കിൽ ലോകത്തെ തന്നെ കീഴടക്കാമെന്നാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം. പക്ഷെ ആ മന്ത്രം പിഴച്ചാലോ സർവ്വതും നശിച്ചിടുന്നതാണ്. അപ്പം നമ്മൾ മന്ത്രം കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച്, നിങ്ങൾ നന്നായി ചെയ്യുമെന്നുണ്ടെങ്കിൽ, തെറ്റുകൂടാതെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറഞ്ഞു. വളരെ കുറച്ചേ ഉള്ളൂ. ശക്തിയാണ് ഋഷി. നമ്മുടെ ഒരു വിരൽ കൊണ്ട് നമ്മുടെ ശിരസിൽ തൊഴിച്ചിട്ട് ശക്തി ഋഷി വിരാടാണ് ഛന്ദസ്. വിരാട് ഛന്ദസ്
അശ്വാരൂഢ ദേവത. അശ്വാരൂഢ ദേവതയെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട്, അതായത് കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന അശ്വാരൂഢ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓം ആം ഹ്രീം ക്രോം ഏഹേഹി പരമേശ്വരി സ്വാഹ, ഓം ആം ഹ്രീം ക്രോം ഏഹേഹി പരമേശ്വരി സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചെത്തിപ്പൂ, നാരി കളഞ്ഞ 1008 ചെത്തിപ്പൂ ശർക്കരയും തേനും പഞ്ചസാരയും ചേർന്ന മിശ്രിതത്തിൽ മുക്കി നെയ്യിൽ ഹോമിക്കുമ്പോഴാണ് 1008 മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ തീർച്ചയായും എത്ര മംഗല്യഭാഗ്യം ഇല്ലാത്തവർക്കും മംഗല്യം മുടങ്ങിക്കിടക്കുന്നവർക്കും പല കാര്യങ്ങൾക്കും വിഷമതകൾ അനുഭവിക്കുന്നവർക്കും ഈ അശ്വാരൂഢ മന്ത്രം ഒരു സഹായം നൽകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സിനിമയുടെയും ചിന്മയുടെയും ജീവിതം. ഈ കുടുംബം പൂജകളിലൂടെ, പൂജകളും കർമ്മങ്ങളും ധാരാളം ചെയ്യുന്ന, അത് ക്ഷേത്രങ്ങളിലൊന്നും പോവാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി ഐശ്വര്യം വരുത്തിയ ഈ കുടുംബത്തിന് ഇനിയും 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 ഒരുപാട് ഐശ്വര്യം ഉണ്ടാവട്ടെ, സന്തതി സൗഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ. അമ്മയുടെ അമ്മയ്ക്ക് ഒരു കൊച്ചുമോനും കൂടി ഉണ്ടായി, ഒരു മോളുണ്ട്, ഇനി ഒരു കൊച്ചുമോനും കൂടി ഉണ്ടായി. എല്ലാ സൗഭാഗ്യത്തോടും കൂടി ജീവിക്കുവാൻ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതൊരു അമ്മയുടെ പ്രാർത്ഥനയാണ്. നന്ദി, നമസ്കാരം.